ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന പുതിയ ടാറ്റ സിയറയും അതുപോലെ തന്നെ സെൽറ്റോസിൻ്റെയും ഒരു ചെറിയ കമ്പാരിസൺ ആണ്. പ്രോപ്പർ കമ്പാരിസൺ ആണോ എന്ന് ചോദിച്ചാലല്ല, പക്ഷേ നമ്മൾ സിയറയ്ക്ക് മുകളിൽ സെൽറ്റോസ് എടുക്കാനുള്ള 8 റീസൺസും അതുപോലെ സെൽറ്റോസിന് മുകളിൽ സിയറ എടുക്കാനുള്ള 7 റീസൺസും ആണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതുകൊണ്ട് കൈൻഡ് ഓഫ് ഒരെണ്ണത്തിൻ്റെ പ്രോസും മറ്റൊരു കോൺസും അതുപോലെ തന്നെ അടുത്തതിൻ്റെ പ്രോസ് മറ്റൊരു കോൺസും അങ്ങനെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഈ ഒരു ടൈപ്പിലുള്ള വീഡിയോസിന് മുന്നേ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയായിരിക്കും. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കമ്പാരിസൺ ആയിരിക്കില്ല, പക്ഷേ എന്നാൽ ഷോർട്ടായിട്ട് നിങ്ങൾക്കെല്ലാം മനസ്സിലാവുന്ന രീതിയിൽ തന്നെയായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ആദ്യം തന്നെ നമുക്ക് ഡയമെൻഷൻസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. കാരണം അതാണല്ലോ രണ്ട് വണ്ടികളെയും നമുക്ക് വിഷ്വലി കാണുമ്പം ഏറ്റവും കൂടുതൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ലെങ്ത്തും വീൽ ബേസും കമ്പയർ ചെയ്യുകയാണെങ്കിൽ ലെങ്ത്തിൻ്റെ കാര്യത്തിൽ സെൽറ്റോസിന് നല്ല നീളം കൂടുതലുണ്ട്. 120 mm വ്യത്യാസമുണ്ട്. സിയറ 4340 mm, സെൽറ്റോസ് 4460 mm ആണ്. സോ ഈ സെഗ്മെൻറ്റിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ലെങ്ത് ഉള്ള വണ്ടിയും സെൽറ്റോസ് ആണ്. വീൽ ബേസിൻ്റെ കാര്യത്തിൽ പക്ഷേ സിയറയ്ക്ക് കുറച്ചും കൂടെ എഡ്ജ് ഉണ്ട്. നമ്മുടെ സിയറയ്ക്ക് വരുന്ന 2730 mm, അതാണ് ഇപ്പോൾ ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും നീളമുള്ള വീൽ ബേസ്. പക്ഷേ സെൽറ്റോസിൻ്റെ 2690 mm ആണ്. ഇനി വിട്ടിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ 1830 mm ആണ് സെൽറ്റോസിൽ വരുന്നത്, 1841 mm ആണ് സിയറയിൽ വരുന്നത്. 11 mm സിയറയ്ക്ക് കൂടുതലാണ്. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് സിയറയിൽ 205 mm ആണ് വരുന്നത്, സെൽറ്റോസിൽ ഏകദേശം 200 mm അടുത്താണ് വരുന്നത്. അതും സിയറയ്ക്ക് ചെറിയൊരു അപ്പർ ഹാൻഡ് ഉണ്ടെന്ന് പറയും, വലിയ വ്യത്യാസമില്ല. ഹൈറ്റ് എടുക്കുകയാണെങ്കിൽ അത് സെൽറ്റോസിന് ഡെഫിനറ്റ്ലി നല്ല കുറവാണ്. 1635 mm മാത്രമേ സെൽറ്റോസിന് ഹൈറ്റ് ഉള്ളൂ. സിയറയ്ക്ക് 1715 mm ഉണ്ട്. 80 mm സിയറയ്ക്ക് ഹൈറ്റ് കൂടുതലാണ്. അത് നമുക്ക് കാണുമ്പോഴും അത്യാവശ്യം നല്ല ഹൈറ്റ് ഫീൽ ചെയ്യും. ഇനി നമുക്ക് ആദ്യം സിയറയുടെ പ്ലസ് പോയിന്റ്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതിൽ തന്നെ ഫീച്ചേഴ്സിൽ നമുക്ക് തുടങ്ങാം. അതായത് എന്തൊക്കെ ഫീച്ചേഴ്സാണ് സിയറ സെൽറ്റോസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എക്സ്ട്രാ ഓഫർ ചെയ്യുന്നത് എന്നുള്ളത്. കോമൺ ഫീച്ചേഴ്സ് രണ്ടിലും ഇഷ്ടംപോലെ വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഓൾറെഡി ഇഷ്ടംപോലെ വീഡിയോസൊക്കെ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് അറിയായിരിക്കും. നമ്മുടെ ആദ്യത്തെ ഫീച്ചർ എന്ന് പറയുന്നത് പാസഞ്ചർ സൈഡ് ഡിസ്പ്ലേ ആണ്. 12.3 ഇഞ്ച് സ്ക്രീൻ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ പാസഞ്ചറിനും കൂടെ കൊടുത്തിട്ടുണ്ട്. സെൽറ്റോസിൽ 3 സ്ക്രീൻ ഉണ്ട്, പക്ഷേ നടുവിലുള്ളത് AC കൺട്രോൾ ചെയ്യാനാണ്, അതുകൊണ്ട് അതിൽ വലിയ കാര്യമില്ല. ഇതിൻ്റെ അകത്ത് പക്ഷേ നമുക്ക് 12.3 ഇഞ്ച് സ്ക്രീനാണ് രണ്ട് സൈഡിൽ വരുന്നത്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആയിട്ട് 10.25 ഇഞ്ച് സ്ക്രീനും വരുന്നുണ്ട്. പിന്നെ എക്സ്ട്രാ ആയിട്ട് ഇതിൻ്റെ സെക്കൻഡ് ടോപ്പ് വേരിയൻ്റ് എടുക്കുകയാണെങ്കിൽ നമുക്കൊരു AR, അതായത് ആർട്ടിഫിഷ്യൽ റിയാലിറ്റി ഉള്ള ഹെഡ് അപ്പ് ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. സെൽറ്റോസിൽ നോർമൽ ഹെഡ് അപ്പ് ഡിസ്പ്ലേ ആണ്. പിന്നെ എക്സ്ട്രാ വരുന്നത് 12 സ്പീക്കർ JBLൻ്റെ ഓഡിയോ സിസ്റ്റം ആണ്. അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് 12 സൗണ്ട് മോഡ്സ് വരുന്നുണ്ട്. സെൽറ്റോസിൻ്റെ മ്യൂസിക് സിസ്റ്റം മോശമൊന്നുമല്ല, ബോസിൻ്റെ 8 സ്പീക്കർ ഓഡിയോ സിസ്റ്റം ആണ് അതിൻ്റെ അകത്തും വരുന്നത്. ടെക്നിക്കലി ബോസ് JBLനേക്കാൾ കുറച്ചും കൂടെ വലിയൊരു കമ്പനിയാണെന്ന് പറയാം. പക്ഷേ ഇതിനകത്ത് രണ്ടിലും ഉപയോഗിച്ചിരിക്കുന്ന സ്പീക്കറിൻ്റെ ക്ലാരിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ ടാറ്റയുടെ ആണ് കുറച്ചും കൂടെ ബെറ്റർ എന്ന് നമുക്ക് പറയാം. ഇനി അടുത്തത് പവർ ടെയിൽ ഗേറ്റ് ആണ്. അത് നമുക്ക് സെൽറ്റോസിൽ അവൈലബിൾ അല്ല, ഇതിൻ്റെ അകത്തുണ്ട്. ഏകദേശം ഈ സെഗ്മെൻറ്റിൽ എക്സ്ക്ലൂസീവ് ആണ്. സിയറയിലും അതുപോലെ കെർവിലും പിന്നെ വിക്ടോറിയസിലാണ് ഇപ്പോൾ ആകെപ്പാടി ഫീച്ചർ കിട്ടുന്നത്. അതിനൊക്കെ പുറമെ 622 ലിറ്റേഴ്സിൻ്റെ സ്റ്റോറേജും അതായത് ബൂട്ട് സ്പേസ് ഈ വണ്ടിയിൽ കിട്ടുന്നുണ്ട്. നമുക്ക് സെൽറ്റോസിലാകെ 470 ലിറ്റർ ഉള്ളൂ, അത് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലാണിത്. പിന്നെ അടുത്തത് 19 ഇഞ്ച് അലോയ് വീൽസ് ആണ്. നമുക്ക് സെൽറ്റോസിൽ കിട്ടുന്നത് 18 ഇഞ്ചാണ്. അതിൻ്റെ ഇപ്പോൾ ഈ സെഗ്മെൻറ്റിൽ നോക്കുകയാണെങ്കിൽ 19 ഇഞ്ച് സിയറിൽ വരുന്നതാണ് ഏറ്റവും വലിയ അലോയ്സ്. ബാക്കി എല്ലാത്തിലും മാക്സിമം 18 വരെ തന്നെ പോകുന്നുള്ളൂ. ഇനി അടുത്തത് തന്നെ സീറ്റ്സ് ആണ്. ഓൾറെഡി കുറേ കോമൺ ഫീച്ചേഴ്സ് ഉണ്ട്. അതായത് മെമ്മറി ഫംഗ്ഷൻ ഉണ്ട്, ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ട്, വെന്റിലേറ്റഡ് സീറ്റ്സ് ഉണ്ട്, അതൊക്കെ ഓക്കെ. ഇതിനകത്ത് 6 വേ ആണ്, മറ്റതിനകത്ത് കൂടുതലുണ്ട്, അത് നമുക്ക് പറയാം. പക്ഷേ ഈ വണ്ടിയിൽ നമുക്ക് എക്സ്റ്റൻഡ് അണ്ടർ തൈ സപ്പോർട്ടിൻ്റെ ഒരു ഫീച്ചർ എക്സ്ട്രാ ആയിട്ട് കിട്ടുന്നുണ്ട്. അത് സെൽറ്റോസിൽ കിട്ടാത്ത നല്ലൊരു അഡീഷണൽ ഫീച്ചറാണ് ഇതിൻ്റെ. ഇത്രയൊക്കെ ഫീച്ചേഴ്സാണ് നമുക്ക് ഈ വണ്ടിയിൽ എക്സ്ട്രാ ആയിട്ട് കിട്ടുന്നതായിട്ട് പറയാൻ പറ്റുന്നത് സെൽറ്റോസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ഞാൻ അതിലും വിട്ടുപോയിട്ട് നിങ്ങൾ താഴെ കമൻസിൽ പറഞ്ഞാൽ മതി. നമുക്ക് ബാക്കി ഇമ്പോർട്ടൻറ്റ് സംഭവങ്ങളിലേക്ക് അടക്കാം. അതിലൊരു മെയിൻ സംഭവമാണ് സ്പേസ് മാനേജ്മെൻറ്റ്. ഈ വണ്ടിയുടെ ബാക്കിലത്തെ സ്പേസ് എടുക്കുകയാണെങ്കിൽ ഒരു രീതിയിൽ നമുക്ക് കുറവ് തോന്നില്ല. സീറ്റ്സിൻ്റെ കംഫർട്ടും അത്യാവശ്യം നല്ലതാണ്. സ്പേസ് ആണെങ്കിൽ പോലും ഇപ്പോൾ ലെഗ് റൂം ആണെങ്കിലും ഹെഡ് റൂം ഇഷ്ടം പോലെ ഉണ്ട്, ഇത്രയും ഹൈറ്റ് ഉള്ളതുകൊണ്ട്. നീ റൂം എല്ലാ കാര്യത്തിലും ഈ വണ്ടി വളരെ നല്ലതാണ്. പക്ഷേ അതിൻ്റെ അർത്ഥം ബൂട്ട് സ്പേസ് കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടെന്നും അല്ല. സെൽറ്റോസിൻ്റെ സ്പേസ് ഒരിക്കലും മോശമാണെന്ന് പറയാൻ പറ്റില്ല, രണ്ടും ഓൾമോസ്റ്റ് സിമിലർ ആണ്. പക്ഷേ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിന് ബൂട്ട് സ്പേസും കൂടുതലാണ്, ക്യാബിൻ സ്പേസും ഒരു പരിധി വരെ കുറച്ച് കൂടുതലാണ്. രണ്ട് വണ്ടികളും നമുക്ക് സൺഷെയ്ഡൊക്കെ കോമൺ ആയിട്ട് കിട്ടുന്നതാണ്. പിന്നെ നമുക്ക് സിയറയിൽ എക്സ്ട്രാ ബോസ് മോഡ് കിട്ടുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിലെ പാസഞ്ചർ സീറ്റ് നമുക്ക് ബാക്ക് ഇരുന്നുകൊണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത്രയൊക്കെയാണ് നമുക്ക് സ്പേസിൻ്റെ കാര്യത്തിൽ പറയാൻ പറ്റുന്നത്. പിന്നെ ഈ വണ്ടിക്ക് കമ്പാരിറ്റീവ്ലി ലെങ്ത്ത് കുറവാണ്, അതും കൂടെ നിങ്ങൾ ആലോചിക്കണം. സെൽറ്റോസിന് ലെങ്ത്ത് കൂടുതലായിട്ടും കുറച്ചും കൂടെ ബെറ്റർ സ്പേസ് മാനേജ്മെൻറ്റ് ഇതിൻ്റെയാണ്. ഇനി അടുത്ത പ്ലസ് പോയിന്റ്, ഞാൻ ഒരു ടാറ്റ വണ്ടിയെ പറ്റി പറയുന്ന പ്രതീക്ഷയല്ല, പക്ഷേ സ്റ്റിൽ 0-100 ആക്സലറേഷൻ എടുക്കുകയാണെങ്കിൽ ഈ വണ്ടി 1.5 ടെർബോ പെട്രോളിൻ്റെ കാര്യത്തിൽ കുറച്ച് ഫാസ്റ്റാണ്. സെൽറ്റോസിൽ മാനുവൽ 1.5 ഉണ്ടായിരുന്നെങ്കിൽ മിക്കവാറും സുഖമായിട്ട് ഇതിനെ സ്മോക്ക് ചെയ്തേനെ. പക്ഷേ ഡ്യുവൽ ക്ലച്ച് ആയതുകൊണ്ടും IMT ആയതുകൊണ്ടും ലോഞ്ച് ആവാത്തതുകൊണ്ടും സിയറയുടെ 0-100 9.5 സെക്കൻഡ്സും സെൽറ്റോസിൻ്റെ ഏകദേശം 10 സെക്കൻഡിന് അടുത്താണ് എടുക്കുന്നത്. സോ അതൊരു ഇത്തിരി സ്ലോ ആണ്. പിന്നെ ഡീസലിൻ്റെ രണ്ടിൻ്റെ ആക്സലറേഷൻ 0-100 എടുക്കുകയാണെങ്കിൽ ഏകദേശം സെയിം ആണ്. നിങ്ങളല്ലാതെ റോട്ടിൽ കൂടെ നോർമലി ഓടിക്കുന്ന സമയത്ത് രണ്ട് വണ്ടികളുടെയും ആക്സലറേഷൻ ഏകദേശം സിമിലർ ആയിട്ട് തന്നെ തോന്നുള്ളൂ. ഡെയിലി ആരും 0-100 പുള്ളി ചെയ്തിട്ട് അതിൻ്റെ അകത്ത് 1/2 സെക്കൻഡ് വ്യത്യാസം ഉണ്ടെന്ന് പറയാൻ പോകുന്നില്ലല്ലോ. അല്ലാതെ നോർമൽ ഡ്രൈവിങ്ങിലൊന്നും അധികം വ്യത്യാസം നിങ്ങൾക്ക് എന്തായാലും അറിയാൻ പോകുന്നില്ല.
ഡീസലിൻ്റെ കാര്യത്തിൽ രണ്ട് വണ്ടികളും നോർമൽ ഡെയിലി ഓടിക്കാൻ വലിയ കുഴപ്പമില്ലെന്നേ ഉള്ളൂ. സ്പിരിറ്റ് ഡ്രൈവിങ്ങിന് അത്ര നല്ലതൊന്നല്ല. പിന്നെ ഡീസലിൻ്റെ മൈലേജ് ആണെങ്കിലും നമുക്ക് നോർമൽ ടൗൺ അതുപോലെ ഹൈവേ കണ്ടീഷൻസിൽ മൈലേജ് കൂടുതൽ കിട്ടുന്ന സിയറയ്ക്കായിരിക്കും. ഹൈവേ പോണ രണ്ട് ഏകദേശം സെയിം ആയിരിക്കും. പക്ഷേ ടൗൺ കണ്ടീഷൻസിൽ പ്രത്യേകിച്ച് സെൽറ്റോസിന് ഡീസൽ ഓട്ടോമാറ്റിക് എടുക്കുകയാണെങ്കിൽ അതിന് മൈലേജ് കുറവാണ്. ഇനി അതല്ലാതെ സിയറയുടെ 1.5 NA പെട്രോൾ അറ്റ്കിൻസൺ സൈക്കിളിൽ ഹൈ കംപ്രഷൻ റേഷ്യോയിൽ റൺ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ ലോ ആൻഡ് ടോർക്ക് കുറച്ചുകൊണ്ട് ബെറ്ററാണ്. ഓൺ പേപ്പർ 106 bhp 145 Nm ടോർക്കൊക്കെ ഉള്ളൂ. സെൽറ്റോസിൽ 115 PS അതുപോലെ 144 Nm ടോർക്കാണ്. ഓൺ പേപ്പർ കുറച്ചും കൂടി പവർ അതിന് കൂടുതലുണ്ടെങ്കിലും നമുക്ക് ടൗണിൽ കൂടെ ഓടിക്കാൻ കുറച്ചും കൂടി ബെറ്റർ സിയറ ആയിരിക്കും. പക്ഷേ ഹൈവേയിൽ പോകുകയാണെങ്കിൽ ഈ സിയറയുടെ പെട്രോൾ എഞ്ചിൻ NA കാറ്റഗറിയിൽ ഒട്ടും ഹയർ റെവിങ് ആയിരിക്കില്ല. കാരണം പെട്ടെന്ന് തന്നെ റെവ് തീർന്നു പോകും. മിക്കവാറും 4500 5500 RPM അടുത്ത് വരെ ഇതിന് പവർ ബാൻഡ് ഉണ്ടാവുള്ളൂ. റെവ് ചെയ്ത് കഴിഞ്ഞാൽ അത്ര പവർ കിട്ടില്ല. സോ അങ്ങനെ നോക്കുമ്പം ഹൈവേ കണ്ടീഷൻസിൽ സെൽറ്റോസിൻ്റെ NA പെട്രോൾ എഞ്ചിൻ ആയിരിക്കും നല്ലത്. ഞാൻ ജസ്റ്റ് NA എഞ്ചിൻ്റെ കാര്യം മാത്രമാണ് പറയുന്നത്, ടർബോ അല്ലെങ്കിൽ ഡീസൽ അല്ല. ഇനി സേഫ്റ്റിയുടെ കാര്യം ഇപ്പം ഞാൻ എടുത്ത് പറയേണ്ട കാര്യം ഉണ്ടാവില്ല. ടാറ്റ ഇന്റേണലി ഈ വണ്ടി ക്രാഷ് ടെസ്റ്റ് ചെയ്തതാണ്. അതിൽ രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് വണ്ടികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കുന്ന ക്രാഷ് ടെസ്റ്റ് ഇന്ത്യയിൽ ആദ്യമായിട്ട് നടത്തുന്ന ടാറ്റയാണെന്നാണ് അവർ തന്നെ ക്ലെയിം ചെയ്യുന്നത്. സോ സെൽറ്റോസിന് ആക്ച്വലി സേഫ്റ്റി അവർ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. K3 പ്ലാറ്റ്ഫോം ആക്കിയത് തന്നെ പഴയ K2 പ്ലാറ്റ്ഫോമിന് പുതിയ സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ്. പക്ഷേ ഇതിൻ്റെ അത്രയും സേഫ്റ്റി ഉണ്ടാവും എന്നുള്ളത് ഉറപ്പ് വരുത്തണമെങ്കിൽ നമ്മൾ എന്തായാലും ടെസ്റ്റ് റിസൾട്ട്സ് വന്നതിന് ശേഷം പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഇപ്പം നിങ്ങൾക്ക് ഒരു അഷ്വറൻസ് സേഫ്റ്റിയുടെ കാര്യത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സിയറ തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനി അടുത്തത് സെൽറ്റോസിൻ്റെ അഡീഷണൽ പ്ലസ് പോയിന്റ്സ് അതുപോലെ ഫീച്ചേഴ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. ഡിസൈൻ പിന്നെ സബ്ജക്റ്റീവ് ആയതുകൊണ്ട് അത് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ തീരുമാനിക്കാം. ഡയമെൻഷൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം എന്തൊക്കെയാണ് സെൽറ്റോസിൻ്റെ എക്സ്ട്രാ ഫീച്ചേഴ്സ് എന്നുള്ളതിൽ സ്റ്റാർട്ട് ചെയ്യും. അതിൽ ആദ്യത്തേത് സീറ്റിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്. നമുക്ക് നല്ല സ്പോർട്ടി ആയിട്ടുള്ള ഡിസൈൻ സീറ്റ്സ് ആണ് കിട്ടുന്നത്. പിന്നെ സിയറിൽ 6-way ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെൻ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈ വണ്ടിയിൽ പക്ഷേ നമുക്ക് 10-way ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ഡ്രൈവർ സീറ്റ്സ് ആണ് കിട്ടുന്നത്. സോ അത് നല്ലൊരു പ്ലസ് പോയിന്റ് തന്നെയാണ്. മറ്റേ അണ്ടർത്തെ സപ്പോർട്ടിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി മൊത്തത്തിൽ കുറച്ചും കൂടെ വലിയ സീറ്റും കൂടി വണ്ടിയുടെയാണ് വരുന്നത്. ഇനി അടുത്ത ഫീച്ചർ ഇൻബിൽട്ട് ഡാഷ് ക്യാം ആണ്. നമുക്ക് ഇതിനകത്ത് ഫ്രണ്ട് ആൻഡ് റിയർ ഡാഷ് ക്യാം കിട്ടുന്നുണ്ട്. ചില വണ്ടികൾ ഉള്ളത് തന്നെ ഫ്രണ്ടിൽ മാത്രമേ ഉണ്ടാവാറുള്ളൂ. പക്ഷേ ഇതിനകത്ത് ഇൻബിൽട്ട് ആയിട്ട് തന്നെ ഫ്രണ്ടിലും ബാക്കിലുണ്ട്. സിയറിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്ട്രാ വെക്കാൻ പറ്റും, പക്ഷേ കമ്പനിയിൽ തന്നെ വരുന്നില്ല. ഇത് കിയ തന്നെ കൊടുക്കുന്ന ഡാഷ് ക്യാം ആണ്. പിന്നെ കുറച്ച് യൂണീക്ക് ആയിട്ടുള്ളൊരു ഫീച്ചർ ഹൈഡ്രോളിക് ഗ്യാസ് സ്റ്റഡ്സ് ആണ്. നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ സെഗ്മെൻറ്റിൽ ആകെപ്പാടി വണ്ടിയിൽ മാത്രമേ സംഭവം കിട്ടുന്നുള്ളൂ. ബാക്കി എല്ലാത്തിനകത്തും നമ്മൾ തന്നെ കൈ കൊണ്ട് ബോണറ്റ് തുറന്നിട്ട് മറ്റേ കമ്പി എടുത്ത് വെക്കണം. പക്ഷേ ഇതിനകത്ത് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. സോ അതൊരു നല്ല ഫീച്ചർ ആണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റില്ല. നമ്മൾ ഡെയിലി ബോണറ്റ് തുറക്കുന്നില്ല, അത് വേറെ കാര്യം. ബട്ട് എനിവേ ഫീച്ചർ എന്ന് പറയുമ്പോൾ നല്ലതാണല്ലോ. ഇനി അതുപോലെ എക്സ്ട്രാ ആയിട്ട് ഇതിൻ്റെ അകത്ത് കിട്ടുന്ന ഫിസിക്കൽ കൺട്രോൾസ് ആണ്. നമുക്ക് സിയറിൽ ഒരുപാട് ബട്ടൺസിന് പകരം ടച്ച് ബേസ്ഡ് കൺട്രോൾസ് ആണ് വരുന്നത്. ഈ വണ്ടിയിൽ പക്ഷേ അവരാവശ്യമുള്ള സാധനങ്ങളെല്ലാം ഇപ്പോഴും മാക്സിമം ഫിസിക്കൽ ബട്ടൺസ് ആയിട്ട് തന്നെ ഇതിനകത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. AC ഒക്കെ നമുക്ക് ഫിസിക്കലി കൺട്രോൾ ചെയ്യാനുള്ള കുറച്ച് സ്വിച്ചസ് അവൈലബിൾ ആണ്. സോ അത് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നി. ഇത്രേ ഉള്ളൂ. നമ്മുടെ ഫീച്ചേഴ്സിൻ്റെ പ്ലസ് പോയിന്റ് ഏകദേശം കഴിഞ്ഞു. പക്ഷേ ഇനിയിപ്പോൾ അല്ലാതെ വേറൊരു പ്ലസ് പോയിന്റ് ആയിട്ട് പറയാൻ പറ്റുന്ന കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ക്വാളിറ്റിയും അതുപോലെ ഫിറ്റ് ആൻഡ് ഫിനിഷ് പാനൽ ഗ്യാപ്പ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് സിയറയുടെ കാര്യത്തിൽ അക്കാര്യം ഇപ്പോഴും ടാറ്റ ഇത്തിരി പുറകിലാണ്. പണ്ടത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നന്നായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. പക്ഷേ എന്നാലും ചില പാനൽസിൻ്റെ ക്വാളിറ്റി, ഇപ്പോൾ നമ്മുടെ മിറേഴ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ആ ഒരു പൊസിഷനിലെ ക്വാളിറ്റി ഇത്തിരി വീക്കാണ്. ചില സ്ഥലങ്ങളിൽ ക്വാളിറ്റി കുറച്ച് പ്രശ്നമുണ്ട്. ഈ വണ്ടി പക്ഷേ അങ്ങനെയല്ല, ഓവറോൾ നല്ല കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ക്വാളിറ്റിയാണ്. പിന്നെ പാനൽ ഗ്യാപ്പിൻ്റെ കാര്യത്തിലൊക്കെ Hyundai ഗെയിം എപ്പോഴും അത്യാവശ്യം നല്ലതായിരുന്നു. ഇനി സെൽറ്റോസിൻ്റെ അടുത്തൊരു മെയിൻ പ്ലസ് പോയിന്റ് വരുന്ന എഞ്ചിൻ്റെ ഒരു റിഫൈൻമെൻറ്റിൻ്റെ കാര്യത്തിലാണ്. ഇതിൻ്റെ പെട്രോൾ എഞ്ചിനായാലും ഡീസൽ എഞ്ചിനായാലും രണ്ടും സിയറ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ല റിഫൈൻഡ് ആണ്. സിയറയുടെ ടാറ്റ അത്യാവശ്യം നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഡീസൽ എഞ്ചിന് ഇപ്പോഴും നല്ല സൗണ്ട് ഉണ്ട്. പെട്രോളും കമ്പാരിറ്റീവ്ലി അത്യാവശ്യം സൗണ്ട് ഉണ്ട്. പണ്ടത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ സെൽറ്റോസിൻ്റെ അത്യാവശ്യം നല്ല സൈലൻ്റ് ആണ്. പിന്നെ ഓവറോൾ വണ്ടിയുടെ NVH, അതായത് നോയ്സ് വൈബ്രേഷൻ ഹാർഷ്നെസ് എടുക്കുകയാണെങ്കിലും അതും സിയറ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബെറ്ററാണ്, ക്യാബിൻ്റെ അകത്തിരിക്കുമ്പോഴാണെങ്കിൽ പോലും. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ അടുത്തൊരു പ്ലസ് പോയിന്റ് വരുന്നത് ഓവറോൾ ഹാൻഡ്ലിങ്ങിൻ്റെ കാര്യത്തിലാണ്. നമ്മുടെ സെൽറ്റോസ് വരുന്നത് ഗ്ലോബലി അവർ ഉപയോഗിക്കുന്ന K3 എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമാണ്. സിയറയുടെ ഹാൻഡ്ലിംഗ് മോശമൊന്നുമല്ല. രണ്ടിനും അത്യാവശ്യം ബോഡി റോൾ ഉണ്ട്. രണ്ടിൻ്റെയും സ്റ്റിയറിംഗ് അത്ര പ്രിസൈസ് അല്ല. രണ്ടിനും സെൻട്രൽ സ്ലാക്ക് ഉണ്ട്. എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇതൊന്നും സ്പോർട്ടി ആയിട്ട് ഇറക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന വണ്ടികളും അല്ല. പക്ഷേ ഇതൊരു ഗ്ലോബൽ പ്ലാറ്റ്ഫോം ആയതുകൊണ്ടും അവർ വലിയ വണ്ടികളിൽ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോം ആയതുകൊണ്ടും കുറച്ചും കൂടെ മെച്ചുവർ ആയിട്ടുള്ള ഒരു ഹാൻഡ്ലിംഗ് ആണ് സെൽറ്റോസ് പ്രൊവൈഡ് ചെയ്യുന്നത്. രണ്ടിൻ്റെയും നമ്മുടെ ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റി ഒക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലതാണ്. ഇതിലൊരു പ്രോപ്പർ കമ്പാരിസൺ അങ്ങനെ ഇല്ല. കാരണം നിങ്ങളിപ്പോൾ രണ്ടിൽ ഏതോടിച്ചാലും അധികം ഡിഫറൻസ് ഫീൽ ചെയ്യാൻ പോകുന്നില്ല. ഏതായാലും അടുത്തൊരു ഡിഫറൻസ് ഫീൽ ചെയ്യാൻ പറ്റുന്ന സംഭവം സർവീസ് എക്സ്പീരിയൻസിൻ്റെ കാര്യത്തിലാണ്. ഷോറൂം എക്സ്പീരിയൻസ് ഇപ്പം മിക്ക ടാറ്റയുടെയും അത് അത്യാവശ്യം നന്നായിട്ടുണ്ട് നമ്മൾ വണ്ടി എടുക്കാൻ പോകുന്ന സമയത്തുള്ളത്. പക്ഷെ അതല്ലാതെ അത് കഴിഞ്ഞ് സർവീസിലേക്ക് വരുമ്പോഴേക്കും കിയ കുറച്ചും കൂടെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന സർവീസാണെന്ന് പറയാം. പാർട്സിൻ്റെ അവൈലബിലിറ്റിയുടെ കാര്യത്തിലൊക്കെ കിയയുടെ ചില സർവീസ് സെൻ്ററിലോ ചില സ്ഥലങ്ങളിൽ ഇപ്പോഴും കുറച്ച് പ്രശ്നമുണ്ട്. ഇച്ചിരി ലേറ്റ് ആകും കിട്ടാൻ. പക്ഷെ എന്നാലും ടാറ്റയെ പോലെ ചില സാഹചര്യങ്ങളിൽ അവർ ഇമ്പ്രൂവ് ചെയ്ത് വരുന്നുണ്ട്. പക്ഷെ എന്നാലും ഞാൻ ഓവറോൾ എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. ഇനി അടുത്തൊരു അപ്ഗ്രേഡ് വരുന്ന പാഡൽ ഷിഫ്റ്റേഴ്സിൻ്റെ കാര്യത്തിലാണ്. പറഞ്ഞു വരുമ്പം രണ്ട് വണ്ടികളിലും പാഡൽ ഷിഫ്റ്റേഴ്സ് ഉണ്ട്. പക്ഷേ സിയറയുടെ പാഡൽ ഷിഫ്റ്റേഴ്സ് അതിന് തോന്നുമ്പോൾ വർക്ക് ചെയ്യും, തോന്നുമ്പോൾ വർക്ക് ചെയ്യില്ല, അങ്ങനെയാണ്. സെൽറ്റോസിൽ പക്ഷേ സാധനം എന്തായാലും വർക്ക് ചെയ്യും. പക്ഷേ രണ്ട് വണ്ടികളും നമ്മുടെ ഗിയർ ഹോൾഡ് ഓൺ ചെയ്ത് നിൽക്കുന്ന പരിപാടിയൊന്നുമില്ല, എന്തായാലും തന്നെ മാറ്റും.
അതുപോലെ തന്നെ വേറൊരു പ്ലസ് പോയിന്റ് വരുന്നത് നമ്മുടെ സ്പെയർ വീല് വരുന്നത് ഡിക്കിയുടെ അടിയിൽ തന്നെയാണ്, അല്ലാതെ വണ്ടിയുടെ അടിയിലല്ല. വണ്ടിയുടെ അടിയിൽ നിന്ന് സ്പെയർ വീൽ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നോർമലി നമുക്ക് എല്ലാവർക്കും ഡിക്കിയിൽ നിന്ന് എടുത്താണ് ശീലമുള്ളതും അതുപോലെ കുറച്ച് എളുപ്പമുള്ളതും. പൊതുവെ ലാഡർ ഫ്രെയിം വണ്ടികളുടെയൊക്കെ അടിയിലാണ് സ്പെയർ വീൽ വണ്ടിയുടെ അടിയിൽ കൊടുക്കാറുള്ളത്. സിയറിൽ പക്ഷേ അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അത് ചെറിയൊരു ഇൻകൺവീനിയൻസ് ചിലപ്പോൾ കുറച്ച് പേർക്ക് ആയേക്കാം. സോ ഇത്രയൊക്കെ പ്ലസ് പോയിന്റ്സ് ആണ് നമുക്ക് സെൽട്ടോസിൻ്റെ അഡീഷണൽ ആയിട്ട് പറയാൻ പറ്റുന്നത്. ഇപ്പോൾ ഞാൻ രണ്ട് വണ്ടികളുടെയും ഓരോരോ എക്സ്ട്രാ പ്ലസ് പോയിന്റ്സ് വെച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ള ഒരു മെയിൻ സംഭവം പ്രൈസാണ്. രണ്ട് വണ്ടികളുടെയും പ്രൈസ് വന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ എല്ലാം പറയാമല്ലോ. ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രൈസ് കമ്പാരിസൺ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതിൽ എൻ്റെ ഒരു അഭിപ്രായം പറയാം. ബേസ് മോഡലിൻ്റെ കാര്യത്തിൽ സിയറയും സെൽട്ടോസും തമ്മിൽ 50,000 രൂപയുടെ വ്യത്യാസമുള്ളൂ. എക്സ്ട്രാ കുറച്ച് ഫീച്ചേഴ്സ് സിയറയിലുണ്ട്, എക്സ്ട്രാ കുറച്ച് ഫീച്ചേഴ്സ് സെൽട്ടോസിൻ്റെ അതും വരുന്നുണ്ട്. ഓവറോൾ അത്യാവശ്യം രണ്ടിൻ്റെയും വലിയ കുഴപ്പമില്ലാത്ത നല്ല പ്രൈസിംഗ് ആണ്. സെൽട്ടോസിൻ്റെ കുറച്ചും കൂടെ അഗ്രസീവ് ആണെന്ന് പറയും. പക്ഷേ ടോപ്പ് എൻഡിലേക്ക് വരുമ്പോഴേക്കും സെൽട്ടോസിൻ്റെ പ്രൈസിലുള്ള അഗ്രഷൻ കുറച്ചും കൂടെ അങ്ങ് കയറും. അതായത് സിയറ 21.3 lakhs ടോപ്പ് ഔട്ട് ചെയ്യുന്നത്. സെൽട്ടോസ് പക്ഷേ മാക്സിമം 19.9 അതായത് 20 ലക്ഷം രൂപ വരെ പോകുന്നുള്ളൂ. 1.3 lakhs ഡിഫറൻസ് എക്സ്ഷോറൂം പ്രൈസിൽ തന്നെ വരുന്നുണ്ട്. അത് ഓൺ റോഡ് എടുക്കുന്ന സമയത്ത് 1.5 ലക്ഷം രൂപയിലും കൂടുതൽ മുകളിൽ ഡിഫറൻസ് പോകും. അപ്പോൾ അങ്ങനെ എടുക്കുന്ന സമയത്ത് എങ്ങനെ നോക്കിയാലും മിക്ക വേരിയൻസിൻ്റെ കാര്യത്തിൽ നമുക്ക് സെൽട്ടോസ് സിയറേക്കാൾ ഏകദേശം ഒരു 50,000 മുതൽ 1.5 ലക്ഷം രൂപ വരെ ചീപ്പായിട്ടാണ് കിട്ടുന്നത്. അതിൽ ഫീച്ചേഴ്സിൻ്റെ കോംപ്രമൈസും സാധനങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടു എന്തൊക്കെയാണെന്നുള്ളത്. ഇനിയിപ്പം നിങ്ങൾക്ക് പറയാം ഏതാണ് കൂടുതൽ വാല്യൂ ഫോർ മണി എന്നുള്ളത്. സിയറ ഇറങ്ങിയ സമയത്ത് നമുക്ക് അത്യാവശ്യം നല്ല വാല്യൂ ഫോർ മണി ആയിട്ട് തന്നെയാണ് തോന്നിയത്. കാരണം അതിൻ്റെ ഫീച്ചേഴ്സും പിന്നെ ഓവറോൾ പ്രൈസൊക്കെ നോക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു. പക്ഷേ ഇപ്പോൾ സെൽട്ടോസ് വന്ന സ്ഥിതിക്ക് കുറച്ചും കൂടെ ലെങ്ത് ഉള്ള കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സ് ഉള്ള വണ്ടികൾ, കുറേ കോമൺ ഫീച്ചേഴ്സ് ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ആവശ്യമുള്ള ഡേ ടു ഡേ ലൈഫിലുള്ള സാധനങ്ങൾ മിക്ക വണ്ടികളിലും ഉണ്ട്. പിന്നെ കുറേ നമ്മൾ യൂസ് ചെയ്യാത്ത, ഒരിക്കലും തുറന്നു പോലും നോക്കാത്ത കുറേ ഫീച്ചേഴ്സും ചിലപ്പോൾ രണ്ടിലും ഉണ്ടാവും. ഇതിലേത് വണ്ടിയാണ് നിങ്ങൾ ചൂസ് ചെയ്യുക എന്നുള്ളത് തീർച്ചയായും താഴെ കമൻസിൽ പറഞ്ഞേക്കാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സസറീസോ ക്ലീനിങ് പ്രൊഡക്ട്സ് ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ടാഗ് ചെക്കൗട്ട് ചെയ്താലും മതി. ഇതുപോലുള്ള നല്ല ഇൻട്രസ്റ്റിംഗ് വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആദ്യം ലഭിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.